ഹായ് ഹലോ, ഇന്നത്തെ പത്രമാറ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. അങ്ങനെ അനിയെ കള്ള് കുടിച്ച് ഉള്ള അവസ്ഥയിലാണ് ആദർശ് കാണുന്നത്. ഇങ്ങനെ ദേഷ്യം പിടിച്ച് ആദർശ് ഒരടിയൊക്കെ കൊടുക്കുന്നുണ്ട് അനിക്ക്. അങ്ങനെ അനിയുടെ ഫ്രണ്ട്സിനെ കുറ്റം പറയുമ്പോൾ, ആദർശ് കുറ്റം പറയുമ്പോൾ അവരിങ്ങനെ പറയുകയായിരുന്നു, തെറ്റ് ഞങ്ങളുടെ കയ്യിലല്ല ആദർശേട്ടാ എന്ന് പറഞ്ഞ് ഉണ്ടായ സംഭവങ്ങൾ, നടന്ന സംഭവങ്ങളൊക്കെ അവരിങ്ങനെ പറയുകയായിരുന്നു. ആദർശ് അനി ഇങ്ങനെ അവരെ വിളിക്കുകയും ഫ്രണ്ട്സിനെ വിളിക്കുകയും റിസോർട്ടിലേക്ക് വരാൻ പറയുകയും കല്യാണത്തിന് മുന്നേ നാളെയാണ് കല്യാണം, അപ്പോൾ ഇന്ന് നമുക്ക് അടിച്ചു പൊളിക്കാം എന്നുള്ള രീതിയിൽ അവരെ കൂട്ടിക്കൊണ്ട് വരികയും റൂമിലേക്ക് ലിക്കർ വാങ്ങിച്ചു കൊണ്ടുവരാൻ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫ്രണ്ട്സിന് പാർട്ടി കൊടുക്കുക എന്നുള്ള രീതിയിൽ അവരെല്ലാവരും വിളിച്ചു വരുത്തി. പക്ഷേ അനിയും കൂടി കുടിക്കുകയാണ് ഉണ്ടായത്. ഇതുവരെ കുടിക്കാത്ത അനിയോട് കുടിക്കണ്ട എന്ന് അവരുടെ ഫ്രണ്ട്സ് പറഞ്ഞെങ്കിലും അവൻ കേട്ടില്ല എന്നൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആദർശേട്ടന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് പിന്നീട് പറഞ്ഞത് അവന് സ്നേഹിച്ച പെണ്ണിനെ മറക്കാൻ പറ്റുന്നില്ല എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഫ്രണ്ട്സ്. പിന്നീട് ഇതൊക്കെ ആദർശ് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. അപ്പോൾ അത് നയനേച്ചിക്കും അറിയാമെന്ന് കൂടി പറഞ്ഞപ്പോൾ ആദർശ് ഞെട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ആദർശ് അനിയെയും കൂട്ടി അനിയെയും കൂട്ടി മോര് കൊടുക്കാൻ വേണ്ടി പറയുകയും അങ്ങനെ മോര് കുടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ നന്ദുവിനെ കാണിക്കുന്നുണ്ടായിരുന്നു. വളരെ അപ്സെറ്റായിരുന്നു നന്ദു. അനിയെ കാണാത്ത സങ്കടത്തിലായിരുന്നു നന്ദുവും ഉള്ളത്. അങ്ങനെ മോര് കുടിപ്പിക്കുകയും പിന്നെ ഛർദ്ദിക്കാൻ വന്നിട്ട് അനി പോവുകയും ചെയ്തു. ഇതിനിടയിൽ നയന പറയുന്നുണ്ടായിരുന്നു ഫ്രണ്ട്സിനോട്, നീയൊക്കെ എന്ത് ഫ്രണ്ട്സാണ്, നാളെ കല്യാണമുള്ള ആളല്ലേ, അപ്പോൾ നീ ഇങ്ങനെ കുടിപ്പിക്കാവോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നയന അവരോട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കുളിപ്പിക്കുന്നുണ്ടായിരുന്നു. ശേഷം കുളിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുകയും ആദർശ് അനിയെ തലയൊക്കെ നനച്ച് കുളിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവനെ ഒന്ന് ഡ്രസ്സ് നിങ്ങൾ ഇടിപ്പിക്ക് എന്ന് പറഞ്ഞ് നയനയും കൂട്ടി ആദർശ് പുറത്തേക്ക് പോയി. അങ്ങനെ കാര്യങ്ങൾ എന്താ നിനക്കൊക്കെ അറിയാമായിരുന്നു ആരാ പെൺകുട്ടിയെന്ന് ആദർശ് ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, ഇനി ആദർശേട്ടനോടൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയുകയും ആ പെൺകുട്ടി എൻ്റെ അനിയത്താണ്, നന്ദുവാണ് ആ പെൺകുട്ടി എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എപ്പോഴാണ് അവരുടെ സൗഹൃദം ഈ നിലയിലേക്ക് മാറിയത് എന്നറിയില്ല. അവർ രണ്ടുപേരും പരസ്പരം വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനി അവളെ കൂടി അനന്തപുരിയിലേക്ക് വരുത്തിക്കാൻ നമുക്ക് സാധിക്കില്ല. എൻ്റെയും ചേച്ചിയുടെയും ഗതി തന്നെ ഇപ്പം ഇങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവളെ കൂടി വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ എല്ലാവരും കുറ്റം പറയും എന്നൊക്കെ പറയുന്നുണ്ട് ആദർശിനോട്. അങ്ങനെ നന്ദുവിനോട് നയന പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആദർശിനോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നയന ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എനിക്കറിയാം ഞാനും അമ്മയും എടുത്ത തീരുമാനത്തിൽ ഒരു തെറ്റും ഇല്ല, ഞങ്ങളെടുത്ത തീരുമാനത്തിൽ ഒരു തെറ്റും ഇല്ല, ഇത് നടക്കാൻ പാടില്ലാത്ത ബന്ധമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആദർശിനോട് ചോദിക്കുകയാണ് നയന, എന്താ ആദർശേട്ടാ ഞാൻ പറഞ്ഞത് ശരിയല്ലേ, എല്ലാവരും ഞങ്ങളല്ലേ കുറ്റം പറയൂ എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഒരിക്കലും ഇല്ല, നീ ചെയ്തത് തെറ്റാണ്, അവർ രണ്ടുപേരും പരസ്പരം സ്നേഹിച്ചവരല്ലേ എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. പരസ്പരം സ്നേഹിച്ചവർ തമ്മിലാണ് ഒന്നിക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആദർശ്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇവനെ ഈ ഒരവസ്ഥയിൽ കാണാൻ പറ്റില്ല എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അവനെ എന്നോടെങ്കിലും മുന്നേ പറയാമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനിടയിൽ അനിയെ കാണിക്കുന്നുണ്ട്. എന്നിട്ടും കുളിച്ചിട്ടും അവനൊരു ബോധം വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ് ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങളുടെ തലയിലായിക്കപ്പോൾ അവന് സമാധാനമായി കാണും എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആദർശം ഞാനീ റൂമിലേക്ക് വരികയും ഇനി മേലാൽ ഈ പരിപാടി കാണിക്കരുത് എന്ന് ഫ്രണ്ട്സിനോട് വാർണിംഗ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരെയും കൂട്ടി പുറപ്പെടുകയാണ്.
അങ്ങനെ ശേഷം ആദർശും ഫ്രണ്ട്സിനെ കുറിച്ച് ചീത്ത പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ പുറപ്പെട്ടു. എവിടേക്കാണ്, വീട്ടിലേക്കല്ലേ നമ്മൾ പോകുന്നത് എന്ന് നയന ചോദിക്കുമ്പോൾ അല്ല എന്ന് പറയുകയും എവിടേക്കാണെന്ന് ആദർശിട്ട് പറയുന്നുമില്ല. അങ്ങനെ ഇങ്ങനെ ഇവനെ ഈ അവസ്ഥയിൽ ഇനി വരുത്തിക്കാൻ സാധിക്കില്ല, ഇതിനൊരു തീരുമാനം എടുത്തേ പറ്റൂ എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിലേക്കാണ് എത്തിയത്. അപ്പോൾ മുത്തശ്ശനോടെല്ലാം പറയാൻ പോവുകയാണോ എന്ന് നയന ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. നയന എത്ര തടഞ്ഞിട്ടും ആദർശ് കേൾക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് ആദർശുള്ളത്. അങ്ങനെ ഡോക്ടറോട് പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു, ഈ ഒരു ഷോക്ക് ഒരിക്കലും മുത്തശ്ശൻ താങ്ങില്ല, നാളെ കൊച്ചുമോൻ്റെ കല്യാണത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്, ഇനിയിപ്പോൾ ഞാൻ തടഞ്ഞാലും ആ കല്യാണത്തിന് പോവുക തന്നെ ചെയ്യും മുത്തശ്ശൻ, അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഈ കാര്യം പറയാനേ പാടില്ല എന്ന് ആദർശിനോട് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് മുത്തശ്ശൻ്റെ അവസ്ഥ ഇപ്പോൾ ഉള്ളത് എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പറ്റില്ല എന്ന് ഡോക്ടർ പറയുകയും ചെയ്യുന്നുണ്ട്. അവർ തിരിച്ചു മടങ്ങുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് അവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. നയന ആദർശം ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നാളെ കല്യാണമല്ലേ ആദർശേട്ടാ, ഇനിയിപ്പോൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, എന്ത് വാഴക്കെല്ലാം നടത്തിയിട്ടും കാര്യമില്ല, പൊരുത്തമില്ലാത്തത് മുന്നോട്ട് പോവില്ല, അപ്പോൾ അവൻ്റെ മനസ്സും അങ്ങനെ പോവുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു തീരുമാനം എടുത്തേ പറ്റൂ, ഞാൻ വല്യമ്മയോടും ഇളയമ്മയോടും ഒക്കെ പറയാൻ പോവുകയാണ്, അവരുടെ മകനല്ലേ, അവരുടെ തീരുമാനം എടുക്കട്ടെ, ഇപ്പം തന്നെ പറയണോ എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുകയാണ് അവർ രണ്ടുപേരും കൂടിയിട്ട്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.